blessing today. വെൽക്കം ടു ബ്ലെസ്സിങ് ടുഡേ. ഇന്നത്തെ ഈ എപ്പിസോഡ് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ ഒരു അനുഗ്രഹമായി മാറട്ടെ. ഇന്നത്തെ എപ്പിസോഡ് മാത്രമല്ല, ഈ ആഴ്ചയിലെ ഓരോ എപ്പിസോഡും ജീവിതത്തിൽ ഒരു വലിയ അനുഗ്രഹമായി മാറട്ടെ എന്ന് ആശംസിക്കുന്നു. നമുക്ക് ചേർന്ന് ഇന്നത്തെ ഈ ബ്ലെസ്സിങ് ടുഡേയുടെ സ്പോൺസേഴ്സിനായി എല്ലാവർക്കും ചേർന്ന് പ്രാർത്ഥിക്കാം. പ്രാർത്ഥനാ വിഷയങ്ങൾ സ്ക്രീനിൽ ഡിസ്പ്ലേ ചെയ്യുമ്പോൾ തീർച്ചയായും ഒരുമിച്ച് ചേർന്ന് എല്ലാവരും പ്രാർത്ഥിക്കുക. കർത്താവ്, ഞങ്ങൾ ചേർന്ന് ഡോക്ടർ അശോകന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവ്, തൻ്റെ വെഡിങ് ആനിവേഴ്സറി ഇന്നാണല്ലോ. ഹാപ്പി വെഡിങ് ആനിവേഴ്സറി ഡോക്ടർ അശോകൻ. കർത്താവ്, ഞങ്ങൾ ചേർന്ന് തൻ്റെ കുടുംബജീവിതത്തെ അനുഗ്രഹിക്കുന്നു. മകൻ നെയ്തിക് അശോകിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവ്, 10th CBSE ബോർഡ് എക്സാമിൽ തനിക്ക് ഏറ്റവും ഉയർന്ന മാർക്ക് ലഭിക്കുവാൻ അങ്ങ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഡോക്ടർ അശോകനെയും ഭാര്യ ജയശ്രീയെയും ആ ദാമ്പത്യ ജീവിതത്തെ, കുടുംബജീവിതത്തെ ഏറ്റവും അങ്ങ് അനുഗ്രഹിക്കുകയും അതുപോലെ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ പ്രോബ്ലംസും മാറിപ്പോകാൻ വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ട്രിവാൻഡ്രത്തു നിന്നുള്ള വെൽവിഷർക്കായി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, തൻ്റെ ആ മദ്യപാനത്തിൻ്റെ ശീലവും ചീട്ടുകളുടെ ശീലവും പൂർണ്ണമായി മാറിപ്പോകാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. 2 പെൺകുഞ്ഞുങ്ങളുടെയും വിദ്യാഭ്യാസത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, വിവാഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, നല്ലൊരു ഭാവി ഉണ്ടാകാൻ വേണ്ടി ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ഫാദർ. ബിജ മാത്യുവിനായി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, കുഞ്ഞുങ്ങളില്ലാതെ പ്രയാസപ്പെടുന്നല്ലോ, എത്രയും വേഗം അനുഗ്രഹിക്കപ്പെട്ട പൈതങ്ങളെ അങ്ങ് നൽകണമേ. കുടുംബജീവിതത്തെ അനുഗ്രഹിക്കണമേ. സഹോദരിക്കും തൻ്റെ ഭർത്താവിനുമായി പ്രാർത്ഥിക്കുന്നു. വിദേശത്ത് നല്ലൊരു ജോലി കർത്താവ് അങ്ങ് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ജോയ് മാനുവലിനും കുടുംബത്തിനുമായി പ്രാർത്ഥിക്കുന്നു. മകനും മകൾക്കും അവരുടെ വിദ്യാഭ്യാസത്തെ അനുഗ്രഹിക്കണമേ. അതുകൂടാതെ സാമ്പത്തിക അനുഗ്രഹങ്ങളാൽ അങ്ങ് നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മകന് വേണ്ടി വീണ്ടും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കിഡ്നി പ്രോബ്ലംസ് മാറിപ്പോകട്ടെ. അതുപോലെ കർത്താവെ, തൻ്റെ കിഡ്നികൾ നോർമലായി ഫങ്ഷൻ ചെയ്യാൻ വേണ്ടി ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ലോർഡ്. ഇന്നത്തെ ഓരോ സ്പോൺസറേയും അങ്ങയുടെ നാമത്തിൽ ഈ സമയത്ത് അനുഗ്രഹിച്ചിരിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. Abu Blessing Festival, May 5th, 2015, Tuesday. Time 7 p.m. to 10 p.m. Evangelical Community Church, Hall number 1, Main Hall, Abu Dhabi. Phone 5574 15618 50967 3287. Sharjah Blessing Festival, May 6, 2015, Wednesday. Time 7 p.m. to 10 p.m. Sharjah Worship Center, first floor, Main Hall, near Ministry of Labour, Sharjah. Phone 5574 15618 5096 73287. Dubai Blessing Festival, May 7th, 2015, Thursday. Time 7 p.m. to 10 p.m. JSS Private School, near Gulf News Office, near Safa Park, Al Safa, Dubai. Nearest metro station is Business Bay. Phone 5574 15618 5096 73287. Al Nada Blessing Festival, May 8th, 2015, Friday. Time 5 p.m. to 7 p.m. Sama Residency, near Al Mulla Plaza Office Entrance, first floor, hall number 7, Al Nada, Dubai, UAE. Phone 5574 15618 5096 73287. എന്നാണ് ഈ സഹോദരിയുടെ പേര്. അടുത്ത് നിൽക്കുന്നത് മകളാണ്. മോളുടെ പേര് ലിഡിയ. ഈ ആൻറ്റി പറഞ്ഞത് ഇങ്ങനെയാണ്. ഏകദേശം 4.5 വർഷത്തോളമായി തനിക്ക് അലർജിയുടെ അസുഖം ഉണ്ടായിരുന്നു. അലർജി എന്ന് പറഞ്ഞാൽ ഈ ചെവിടും കണ്ണും മൂക്കും മാത്രം ചൊറിച്ചിൽ വരും. ഈ ഭാഗങ്ങളിൽ ചൊറിച്ചിൽ വരികയും ശക്തമായ ചൊറിച്ചിലായിരിക്കും വരുന്നത്. അപ്പോൾ തന്നെ ഈ മകൾക്കും ഇതേ അസുഖം തന്നെ പിടികിട്ടും. എന്തെങ്കിലും അതിന് പ്രത്യേകിച്ച് കാരണം എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല, ഒരു കാരണം ഉണ്ടായിരുന്നില്ല. അമ്മയ്ക്ക് 4 വർഷത്തിലധികമായി ഈ അസുഖം തുടങ്ങിയത്.
മോൾക്ക് 3 വർഷത്തിലധികമായിട്ട് ഈ അസുഖം ഉണ്ടായിരുന്നു. രണ്ടുപേർക്കും ഒരേ രീതിയിലുള്ള അസുഖമാണ്. പക്ഷേ അമ്മയെ സംബന്ധിച്ചിടത്തോളം ഒരു അസുഖം കൂടെ ഉണ്ടായിരുന്നു, ശ്വാസം മുട്ടൽ കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ ആൻറ്റി പറഞ്ഞത് ഇങ്ങനെയാണ്, ഈ ചൊറിച്ചിൽ വന്നു കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, ചൊറിഞ്ഞുകൊണ്ട് തന്നെ ഇരിക്കും, അങ്ങനെ തന്നെ ഇരിക്കും, വീട്ടിലെ പണികളൊന്നും ചെയ്യാൻ പറ്റത്തില്ല. മോൾക്കാണെന്നുണ്ടെങ്കിൽ കണ്ണിങ്ങനെ ചൊറിഞ്ഞ് ഈ കണ്ണിൻ്റെ അകത്തുള്ള കൺപോള മുകളിലോട്ട് കയറിയിട്ട് കണ്ണിൻ്റെ കാഴ്ച വരെ കുറച്ച് സമയത്തേക്ക് കാണാൻ പറ്റത്തില്ല. മോൾക്ക് ചൊറിച്ചിൽ വന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ ആ സമയത്ത് മോൾ 10ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. സ്കൂളിൽ പോകാൻ പറ്റത്തില്ല. ദിവസങ്ങൾ ഈ ഒരു അസുഖം നിമിത്തം താൻ സ്കൂളിൽ പോകാതെ ലീവ് എടുത്തിട്ടുണ്ട്. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഇവർ രണ്ടുപേരും ഒത്തിരി മരുന്നുകൾ കഴിച്ചു. പല തരത്തിലുള്ള മരുന്നുകൾ ഇവർ കഴിച്ചു, കുറേ നാളുകളായി കഴിക്കുന്നു. രണ്ടുപേരും ഒരേ ടാബ്ലറ്റാണ് കഴിച്ചുകൊണ്ടിരുന്നത്, ഒരേ ഡോക്ടറെ കാണുന്നു, ഒരേ മരുന്നാണ് അവർ കഴിച്ചുകൊണ്ടിരുന്നത്. ഒരു കുറവും ഉണ്ടായിരുന്നില്ല, മരുന്നുകൾ കഴിച്ചുകൊണ്ടേയിരുന്നു. പക്ഷേ ഇവർ ബ്ലെസ്സിങ് ടുഡേ TV പ്രോഗ്രാം സ്ഥിരമായി കാണുന്ന ആളുകളായിരുന്നു. അന്ന് സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ, നവംബർ മാസത്തിൽ ഒരു ദിവസം ബ്ലെസ്സിങ് ടുഡേ TV പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ബ്രദർ ഡാമിയൻ പറഞ്ഞത് ഇങ്ങനെ പറഞ്ഞു, അതായത് ശ്വാസം മുട്ട്, അലർജി എന്ന് ഈ അസുഖങ്ങളുള്ള വ്യക്തികളെ യേശു കർത്താവ് സൗഖ്യമാക്കുന്നു എന്ന് പറഞ്ഞു. ആ സമയം തന്നെ ഇവർ രണ്ടുപേരും കരങ്ങൾ ആ ടിവിയിലേക്ക് കൈകൾ നീട്ടി പ്രാർത്ഥിച്ചു. ആ സമയത്ത് TV പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുമായിരുന്നു. ആ ടിവിയിലോട്ട് കൈകൾ നീട്ടി പ്രാർത്ഥിച്ചു. ഇവർ ഈ സൗഖ്യം ഏറ്റെടുത്തു. ഞാൻ ചോദിച്ചു, ആ സമയത്ത് എന്തെങ്കിലും പ്രത്യേകിച്ച് അനുഭവം തോന്നിയോ? ഒന്നും തോന്നിയില്ല. പക്ഷെ വിശ്വാസത്താൽ അവർ അന്നു മുതൽ ഇവരുടെ കയ്യിലുണ്ടായിരുന്ന മരുന്നുകൾ കഴിക്കുന്നത് നിർത്തി. നവംബർ മാസം മുതൽ അവർ ആ ഒരു ടാബ്ലറ്റുകൾ കഴിക്കുന്നത് നിർത്തി. കാരണം ഡാമിയൻ ബ്രദർ ഇങ്ങനെ പ്രാർത്ഥിച്ചു, അതുകൊണ്ട് വിശ്വാസത്താൽ അവരത് നിർത്തി. ആൻറ്റി പറഞ്ഞത് അന്നു മുതൽ ഇന്ന് വരെ അവർ ടാബ്ലറ്റ് ഒന്നും കഴിച്ചിട്ടില്ല. പക്ഷേ ഒരു തവണ പോലും പിന്നീട് ചൊറിച്ചിലുണ്ടായിട്ടില്ല, ഒരു തവണ പോലും ശ്വാസം മുട്ടലും ഉണ്ടായിട്ടില്ല. രണ്ട് കൂട്ടർക്കും, അമ്മയ്ക്കും മകൾക്കും വന്നിട്ടില്ല. അതിനു മുൻപ് എല്ലാ ദിവസവും തുടർമാനമായിട്ട് ഈ മരുന്ന് കഴിക്കണമായിരുന്നു. ഒരു ദിവസം എത്ര ടാബ്ലറ്റ് വെച്ച് കഴിക്കണമായിരുന്നു? രാത്രി ഒരു നേരം രണ്ടുപേർക്കും ടാബ്ലറ്റ് കഴിക്കണമായിരുന്നു. അന്ന് നിർത്തി, മരുന്നും കഴിച്ചിട്ടില്ല. കർത്താവ് പൂർണ്ണമായിട്ടും സൗഖ്യമാക്കി. കർത്താവിനെ കൈകൾ അടിച്ച് കർത്താവിന് മഹത്വം കൊടുക്കാമോ? നമ്മുടെ കർത്താവ് ഇതുപോലെയാണ്. കർത്താവ് തൊട്ട് കഴിഞ്ഞാൽ പിന്നീട് ഒരിക്കലും ആ അസുഖം നിങ്ങളെ ബാധിക്കുകയില്ല. കാരണം കർത്താവ് പൂർണ്ണ സൗഖ്യം തരുന്ന കർത്താവാണ്. അതുകൊണ്ട് ഒരിക്കൽ കൂടെ ഒന്ന് കർത്താവിൻ്റെ കൈകൾ അടിച്ച് കർത്താവിനെ സ്തുതിക്കാമോ? കർത്താവിനെ ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് ഈ മാതാവിനെ അനുഗ്രഹിക്കുന്നു, ഈ മകളെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. അവരുടെ ജീവിതത്തിൽ കർത്താവെ കൊടുത്ത സൗഖ്യത്തിനായി നന്ദി. അത് നിലനിൽക്കട്ടെ. അനേകരുടെ ജീവിതത്തിൽ ആ സൗഖ്യം കൊടുക്കുവാൻ കർത്താവ് അവരെ സഹായിക്കണമേ എന്ന് ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുന്നു, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. Today, I'm going to speak to you about a special topic. ഇന്ന് ഞാൻ നിങ്ങളോട് വളരെയധികം പ്രത്യേകതകൾ നിറഞ്ഞ ഒരു വചന സന്ദേശമാണ് പറയുവാൻ പോകുന്നത്. This is the title, How to Receive Eternal Life. അതിൻ്റെ തലക്കെട്ട് ഇപ്രകാരമാണ്, എങ്ങനെയാണ് നിത്യജീവൻ പ്രാപിക്കുവാൻ കഴിയുന്നത്? People all over the world are confused. ലോകമെമ്പാടുമുള്ള ജനങ്ങൾ വളരെയധികം കൺഫ്യൂഷൻ നിറഞ്ഞവരാണ്. They don't know how to receive the eternal life. എങ്ങനെ ഈ നിത്യജീവൻ പ്രാപിക്കണമെന്ന് ഒത്തിരി ആളുകൾക്കും അറിയില്ല. Many people do not know what happens after the grave. നിങ്ങളുടെ മരണത്തിന് ശേഷം, കല്ലറയ്ക്ക് ശേഷം എന്ത് സംഭവിക്കുന്നുവെന്ന് ഒത്തിരി ആളുകൾക്കും അറിയില്ല. So many people are short-sighted and they focus their life only on the earthly things. ഒത്തിരി ആളുകളും വളരെ ചെറിയ കാഴ്ചപ്പാടുമായി ഈ ഭൂമിയിലുള്ള ജീവിതത്തിന് മാത്രം പ്രാധാന്യം നൽകി ജീവിക്കുന്നവരാണ്. Because they don't know what will happen after the death. മരണത്തിന് ശേഷം എന്ത് സംഭവിക്കാൻ പോകുന്നു എന്ന് അവർക്കറിയില്ല. So they have only little aims and objectives in their life. അവരുടെ ജീവിതത്തിൽ അതുകൊണ്ട് തന്നെ ചെറിയ ചെറിയ ലക്ഷ്യങ്ങളുമായിട്ടാണ് അവർ ജീവിക്കുന്നത്. But Jesus one day asked a question. ഒരിക്കൽ യേശു കർത്താവ് ഒരു ചോദ്യം ഇപ്രകാരം ചോദിച്ചു. The question is this: even if you win the whole world and if you die tonight, what will happen to you? ചോദ്യം ഇപ്രകാരമാണ്, നിങ്ങൾ ഈ ലോകം മുഴുവൻ നേടിയിട്ട് നിങ്ങളുടെ ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ അതുകൊണ്ട് എന്ത് പ്രയോജനം? You are winning all the
kingdoms of this world. ഈ ലോകത്തുള്ള രാജ്യങ്ങളെല്ലാം നിങ്ങൾ പിടിച്ചടക്കുന്നു. And you get all the wealth. നിങ്ങൾക്ക് സകല സമ്പത്തുകളും ലഭിക്കുന്നു. And you become the authority over everything. നിങ്ങൾ സകല ലോകത്തിന്റെയും അധിപതിയായി മാറുന്നു. But if you lose your life, what gain will it give you? എന്നാൽ നിങ്ങളുടെ ജീവൻ നഷ്ടപ്പെട്ടാൽ അതുകൊണ്ട് എന്ത് പ്രയോജനം ലഭിക്കും? Hello. You can build up a huge business kingdom. നിങ്ങൾക്ക് വളരെ വലിയ ഒരു ബിസിനസ് സാമ്രാജ്യം നിങ്ങൾക്ക് കെട്ടിപ്പടുക്കാം. But one day you have to all things behind and you have to live here. എന്നാൽ ഒരു ദിവസം നിങ്ങൾക്ക് അതെല്ലാം ഈ ഭൂമിയിൽ ഇട്ടിട്ട് നിങ്ങൾക്ക് ഇവിടെ നിന്ന് പോകേണ്ടതായി വരും. And suppose you are amassing a lot of gold and jewelry. നിങ്ങൾക്ക് ഒത്തിരി സ്വർണ്ണങ്ങളും ആഭരണങ്ങളും നിങ്ങൾ ശേഖരിച്ചു എന്നിരിക്കട്ടെ. Because you are afraid of thieves, you are putting everything in the bank lockers. നിങ്ങൾ കള്ളന്മാരെ പേടിച്ച് അതെല്ലാം കൊണ്ടുപോയി ബാങ്കിന്റെ ലോക്കറിൽ വെക്കുന്നു. Suppose you have 100 kilograms of gold and നിങ്ങൾ ചിന്തിക്കുക 100 കിലോ സ്വർണം നിങ്ങളുടെ കയ്യിലുണ്ടെന്നിരിക്കട്ടെ. When you die, എന്നാൽ നിങ്ങൾ മരിക്കുമ്പോൾ it will be in the locker and you will leave the earth. ആ ലോക്കറിൽ ആ സ്വർണം ഇരിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഈ ഭൂമിയിൽ നിന്ന് അത് കൊണ്ടുപോകാതെ പോകേണ്ടതായി വരും. You are building houses, you have 100 houses. നിങ്ങൾക്ക് വീടുകൾ പണിത് 100 കുടുംബങ്ങൾ പണിത് തീർക്കാം. But at a time you can sleep only in one house. എന്നാൽ ഒരേ സമയത്ത് നിങ്ങൾക്ക് ഒരു വീട്ടിൽ മാത്രമേ ഉറങ്ങാൻ കഴിയൂ. But after sleeping in all these houses, one day you have to leave here. ഈ കുടുംബത്തിലെല്ലാം നിങ്ങൾക്ക് ഉറങ്ങിയതിന് ശേഷം ഒരു ദിവസം നിങ്ങൾക്ക് അതെല്ലാം വിട്ടുപോകേണ്ടതായി വരും. What will happen to you? നിങ്ങൾക്ക് എന്തായിരിക്കും സംഭവിക്കാൻ This is what പോകുന്നത്? Jesus is asking us. അതാണ് യേശു കർത്താവ് നമ്മളോട് ചോദിക്കുന്നത്. Let me read out a verse to you. ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു വചനം വായിക്കട്ടെ. This is from the Old Testament. ഇത് പഴയ നിയമത്തിൽ നിന്നാണ്. Psalm 16 and verse number 11. സങ്കീർത്തനം 16-ാം അധ്യായം അതിന്റെ 11-ാമത്തെ വചനം. You make known to me the path of life. You will fill me with joy in your presence, with eternal pleasures at your right hand. ജീവന്റെ മാർഗം അങ്ങ് എന്നെ അറിയിക്കുന്നു. അങ്ങയുടെ സന്നിധിയിൽ സന്തോഷപൂർണ്ണതയും അവിടുത്തെ വലത്തുഭാഗത്ത് പ്രമോദങ്ങളും എന്നേക്കുമുണ്ട്. There are so many paths in this world. ഈ ലോകത്ത് കുറേ അധികം വഴികളുണ്ട്. But God says, I will show you the path of life. എന്നാൽ കർത്താവ് പറയുന്നത് പ്രകാരമാണ്, ഞാൻ നിങ്ങൾക്ക് ജീവന്റെ വഴി കാണിച്ചു തരാം. People, brothers and sisters, listen to me. ദയവായി സഹോദരന്മാരെ എന്നെ ശ്രദ്ധിച്ചാൽ, there are many different paths in this world. ലോകത്ത് കുറേ അധികം വഴികൾ നിങ്ങൾക്ക് കാണാൻ there is a path that is going to death. മരണത്തിലേക്ക് പോകുന്ന ഒരു വഴിയുണ്ട്. there is another path that is going to life. മറ്റൊരു വഴി ജീവനിലേക്ക് നിങ്ങളെ കൊണ്ടുപോകുന്നു. only God can show us the path to life. ദൈവത്തിന് മാത്രമേ ജീവനിലേക്കുള്ള വഴി നിങ്ങളെ കാണിച്ചു തരാൻ കഴിയൂ. Hallelujah. Hallelujah. Who can show you the path to life? ആർക്കാണ് ജീവനിലേക്കുള്ള വഴി നിങ്ങൾക്ക് കാണിച്ചു തരാൻ കഴിയുക? Jesus says, I am the way, the truth and the life. യേശു പറഞ്ഞു, ഞാൻ തന്നെയാണ് വഴിയും സത്യവും ജീവനും. Hallelujah. Hallelujah. Lift your right hand. നിങ്ങളുടെ വലതുകരം ഉയർത്തിയാലും say this after me. എനിക്ക് ശേഷം ഇപ്രകാരം പറഞ്ഞാലും, Jesus is the way, the truth and life. യേശുവാണ് വഴിയും സത്യവും ജീവനും. ചേർന്ന് പറഞ്ഞാലും, യേശുവാണ് വഴിയും സത്യവും ജീവനും. ഒരു പ്രാവശ്യം കൂടെ, യേശുവാണ് വഴിയും സത്യവും ജീവനും. തന്നെ ഒന്ന് പറഞ്ഞേ, യേശുവാണ് വഴിയും സത്യവും ജീവനും. പഠിച്ചു. വെരി ഗുഡ്. ജീസസ് ഈസ് the way, the truth and life. യേശുവാണ് വഴിയും സത്യവും ജീവനും. So only Jesus can show us the path to life. യേശുവിന് മാത്രമേ ജീവനിലേക്കുള്ള ഈ വഴി നിങ്ങൾക്ക് കാണിച്ചു തരാൻ കഴിയുകയുള്ളൂ. John chapter 17, യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായം verse number 3. 3-ാം വചനം. Now this is eternal life, that they know you, the only true God, and Jesus Christ, whom you have sent. ഏക സത്യ ദൈവമായ അങ്ങയെയും അങ്ങ് അയച്ചിരിക്കുന്ന യേശു ക്രിസ്തുവിനെയും അറിയുന്നത് തന്നെ നിത്യജീവൻ. See, this is the question. How can I receive eternal life? ഇതാണ് ചോദ്യം. എങ്ങനെയാണ് എനിക്ക് നിത്യജീവൻ പ്രാപിക്കാൻ കഴിയുക? How can I live even after I die? എനിക്ക് എൻ്റെ മരണശേഷം എങ്ങനെ എനിക്ക് ജീവിക്കാൻ കഴിയും? So many people want to live. കുറേ ആളുകൾക്ക് എങ്ങനെയാ ജീവിക്കേണ്ടതെന്ന് അറിയാം. Usually people do not want to die. സാധാരണ ആളുകൾക്ക് മരിക്കാൻ ഇഷ്ടമല്ല. Even if we die, we want to live again.
നമ്മൾ മരിച്ചാലും വീണ്ടും ജീവിക്കണമെന്നാണ് ആഗ്രഹം. But now Jesus is saying, എന്നാൽ യേശു പറയുകയാണ്, now this is eternal life. ഇതാണ് നിത്യജീവൻ. That the people should know God and Jesus Christ whom God has sent. ഏക സത്യ ദൈവമായ അങ്ങയെയും അങ്ങ് അയച്ചിരിക്കുന്ന യേശു ക്രിസ്തുവിനെയും അറിയുന്നത് തന്നെയാണ് നിത്യജീവൻ. So how can you get eternal life? എങ്ങനെയാണ് നിങ്ങൾക്ക് നിത്യജീവൻ ലഭിക്കുക? Number one, ഒന്നാമത്തെ കാര്യം, we should know the only true God. ഏക സത്യ ദൈവത്തെ അറിയുക എന്നതാണ് ഒന്നാമത്തെ കാര്യം. Many people think that there are so many gods. അവർ ചിന്തിക്കുന്നു കുറെ അധികം ദൈവങ്ങളുണ്ടെന്ന്. But the Bible says there is only one God. എന്നാൽ ബൈബിൾ പറയുന്നു ഒരു ദൈവം മാത്രമേ ഉള്ളൂ. Lift your right hand and say there is only one God. കൈകൾ ഉയർത്തിക്കൊണ്ട് പറഞ്ഞാലും ഒരു ദൈവം മാത്രമേ ഉള്ളൂ. For all of us we have only one God. എല്ലാവർക്കും കൂടി ഒരേ ദൈവമേ ഉള്ളൂ. Hallelujah. ഹല്ലേലൂയ. For all the billions and billions of people in this world we have only one God. ഈ ലോകത്തുള്ള കോടിക്കണക്കിന് ആളുകൾക്ക് എല്ലാവർക്കും കൂടി ഒരേ ഒരു ദൈവമേ ഉള്ളൂ. And that is the only true God. ആ ദൈവമാണ് യഥാർത്ഥ സത്യദൈവം. And that God sent a savior into this world. ആ ദൈവം നമുക്ക് വേണ്ടി ഒരു രക്ഷകനെ ഈ ഭൂമിയിലേക്ക് അയച്ചു. And that savior is Jesus Christ. ആ രക്ഷകന്റെ പേരാണ് യേശു ക്രിസ്തു. So if we know the only true God and the savior whom the Father sent, we will have eternal life. ആ ഈ ദൈവം അയച്ച പിതാവാൻ ദൈവം അയച്ച ആ രക്ഷകനെ അറിയുമ്പോഴാണ് നമുക്ക് നിത്യജീവൻ ലഭ്യമാകുന്നത്. Clap your hands and worship God. കൈകൾ അടിച്ചൊന്ന് കർത്താവിനെ സ്തുതിക്കാമോ? Shout hallelujah. ആ കൈകൾ അടിക്കുമ്പോൾ തന്നെ ഹല്ലേലൂയ കൂടെ ചേർന്ന് പറഞ്ഞുകൊണ്ട് Hallelujah. ഹല്ലേലൂയ. Then Jesus said, John chapter 4 and verse number 14. അതിനുശേഷം കർത്താവ് യോഹന്നാന്റെ സുവിശേഷം തന്നെ 4-ാം അധ്യായം അതിന്റെ 14-ാം വചനത്തിൽ പറയുന്നു, But whoever drinks the water I give them will never thirst. Indeed, the water I give them will become in them a spring of water welling up to eternal life. എന്നാൽ ഞാൻ കൊടുക്കുന്ന വെള്ളം കുടിക്കുന്നവന് പിന്നീട് ഒരിക്കലും ദാഹിക്കുകയില്ല. ഞാൻ കൊടുക്കുന്ന വെള്ളം അവനിൽ നിത്യജീവനിലേക്ക് നിറഞ്ഞു വരുന്ന നീരുറവയായി തീരും. How can we receive eternal life? എപ്രകാരമാണ് നമുക്ക് നിത്യജീവൻ പ്രാപിക്കാൻ കഴിയുക? Number one, we should know God and the Savior. ഒന്നാമത്തെ കാര്യം, നമുക്ക് രക്ഷകനെ അറിയണം, ദൈവത്തെ അറിയണം. Number two, we should drink from the water the Savior gives us. രണ്ടാമത്തെ കാര്യമാണ്, ഈ രക്ഷകൻ നൽകുന്ന നിത്യജീവന്റെ വെള്ളം കുടിക്കണം. What is the water that gives us eternal life? നിത്യജീവന്റെ വെള്ളം എന്ന് പറയുന്നത് എന്താണ്? That is not mineral water. നമുക്ക് ഇന്ന് ലഭിക്കുന്ന മിനറൽ വാട്ടർ അല്ലാതെ, That is not a water from a lake. അതൊരു പുഴയ്ക്കകത്ത് നിന്ന് ലഭിക്കുന്ന വെള്ളമല്ല. It is not sea water. അത് കടലിനകത്തുള്ള വെള്ളമല്ല. It is the Holy Spirit. അത് പരിശുദ്ധാത്മാവിന്റെ വെള്ളമാണ്. Hallelujah. ഹല്ലേലൂയ. It is drinking from the Holy Spirit. അത് പരിശുദ്ധാത്മാവിൽ നിന്നാണ് നാം കുടിക്കേണ്ടത്. So if you want to buy one bottle of mineral water, നിങ്ങൾ കടയിൽ പോയി ഒരു മിനറൽ വാട്ടർ വാങ്ങിക്കുമ്പോൾ you'll have to pay 12 rupees, 15 rupees or 20 rupees. നിങ്ങൾക്ക് അതിനു വേണ്ടി 12, 15, 20 രൂപ അവിടെ കൊടുക്കണം. But the water of eternal life is totally free. എന്നാൽ നിത്യജീവന്റെ വെള്ളം എന്ന് പറയുന്നത് അത് പൂർണ്ണമായും സൗജന്യമാണ്. You don't need to pay even one single rupee. അതിനു വേണ്ടി ഒരു ഒറ്റ രൂപയുടെ നാണയം പോലും കൊടുക്കേണ്ടതില്ല. You can receive the waters of eternal life freely from God. നിങ്ങൾക്ക് നിത്യജീവന്റെ ജലം സൗജന്യമായി ദൈവത്തിൽ നിന്ന് സ്വീകരിക്കാൻ കഴിയും. So how can you receive eternal life? എങ്ങനെയാണ് ഈ നിത്യജീവൻ പ്രാപിക്കാൻ കഴിയുക? Number one, ഒന്നാമത്തെ കാര്യം, we should know the only true God and His Savior. നമുക്ക് ഏക സത്യ ദൈവത്തെയും ആ രക്ഷകനെയും തിരിച്ചറിയണം. Hallelujah. ഹല്ലേലൂയ. Secondly, we should receive the Holy Spirit. രണ്ടാമത്തേത്, പരിശുദ്ധാത്മാവിനെ നാം സ്വീകരിക്കണം. How many of you want to receive the Holy Spirit?
എത്ര പേർക്ക് പരിശുദ്ധാത്മാവിനെ ഇതിനോടകം ലഭിച്ചിട്ടുണ്ട്? It is available in all blessing festivals. എല്ലാ ബ്ലെസ്സിംഗ് ഫെസ്റ്റിവലുകളിലും അത് ലഭ്യമാണ്. Hallelujah. ഹല്ലേലൂയ. This living water is available in all the blessing festivals. എല്ലാ ബ്ലെസ്സിംഗ് ഫെസ്റ്റിവലിലും ഈ നിത്യജീവന്റെ ജലം നിങ്ങൾക്ക് ലഭ്യമാണ്. Thousands and thousands of people are drinking from the Holy Spirit in all our blessing festivals. നമ്മുടെ എല്ലാ ബ്ലെസ്സിംഗ് ഫെസ്റ്റിവലുകളുമായി ആയിരക്കണക്കിന് ആളുകളാണ് ഇതിനോടകം ആ നിത്യജീവന്റെ ജലത്തിൽ നിന്ന് കുടിച്ചിട്ടുള്ളത്. If you are spiritually thirsty, നിങ്ങൾക്ക് ആത്മാവിൽ ദാഹമുണ്ടെങ്കിൽ today before you leave here, ഇന്ന് നിങ്ങൾ ഈ ഹാളിൽ നിന്ന് പോകുന്നതിന് മുൻപ് you will start drinking from the Holy Spirit. നിങ്ങൾ പരിശുദ്ധാത്മാവിൽ നിന്ന് കുടിക്കുവാൻ ആരംഭിക്കും. Clap your hands once again. കൈകൾ അടിച്ച് കർത്താവിനെ സ്തുതിച്ചാലും എല്ലാവരും കൈകൾ അടിച്ച്. Hallelujah. ഹല്ലേലൂയ. Let us read another verse. നമുക്ക് മറ്റൊരു വചനം കൂടെ വായിക്കാം. John chapter 6 verse number 40. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം അതിന്റെ 40-ാമത്തെ വചനം. For my Father's will is that everyone who looks to the Son and believes in him shall have eternal life, and I will raise them up at the last day. പുത്രനെ നോക്കി അവനിൽ വിശ്വസിക്കുന്ന ഏവനും നിത്യജീവൻ ഉണ്ടാകണമെന്നാണ് എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം. അന്ത്യനാളിൽ ഞാൻ അവനെ ഉയർപ്പിക്കും. ഒരു പ്രാവശ്യം കൂടി വായിക്കാം. ശ്രദ്ധിച്ചു കേൾക്ക്. പുത്രനെ നോക്കി അവനിൽ വിശ്വസിക്കുന്ന ഏവനും എല്ലാവർക്കും നിത്യജീവൻ ഉണ്ടാകണമെന്നാണ് എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം. പിതാവായ ദൈവത്തിന്റെ ഇഷ്ടം. അന്ത്യനാളിൽ ഞാൻ അവനെ ഉയർപ്പിക്കും. അങ്ങനെയുള്ളവരെല്ലാം ഒരു ദിവസം ഉയർത്തെഴുന്നേൽക്കും. ഇന്ന് മരിക്കും, പക്ഷേ ഒരു ദിവസം നാം ഉയർത്തെഴുന്നേൽക്കും. എത്ര പേർക്ക് കേട്ടിട്ട് സന്തോഷമുണ്ട്? Hallelujah. So how can we receive eternal life? അതുകൊണ്ട് എപ്രകാരമാണ് ഈ നിത്യജീവൻ പ്രാപിക്കാൻ കഴിയുക? What is number 1? ഒന്നാമത്തേത് എന്താണെന്ന് പറയാമോ? Knowing the only true God and his savior. സത്യദൈവത്തെയും അവന്റെ രക്ഷകനെയും അറിയുക. What is the second one? രണ്ടാമത്തേത് എന്താണെന്ന് പറയാമോ? Drinking from the Holy Spirit. പരിശുദ്ധാത്മാവിൽ നിന്ന് കുടിക്കുക. What is the third one? മൂന്നാമത്തേത് എന്താണ്? Look to Jesus and believe on him. യേശുവിലേക്ക് നോക്കുക, അവനിൽ മാത്രം വിശ്വസിക്കുക. How many of you believe in Jesus? എത്ര പേരെ യേശുവിൽ വിശ്വസിക്കുന്നു? Shout hallelujah. കൈകൾ ഉയർത്തി ഒരു ഹല്ലേലൂയ പറയാമോ? ഈ സമയത്ത് നമുക്കെല്ലാവർക്കും ചേർന്ന് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവെ, ഈ ബ്ലെസ്സിങ് ടുഡേ കാണുന്ന എല്ലാവരെയും കർത്താവെ അങ്ങ് തൊട്ട് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ഫാദർ. ഈ ദിവസം മാത്രമല്ല, ജീവിതത്തിലുടനീളം നീണ്ടു നിൽക്കുന്ന ദൈവിക സ്പർശം അവർക്ക് ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ലോർഡ്. ഹൃദയം തകർന്നിരിക്കുന്നവർക്ക് ഇപ്പോൾ കർത്താവെ ഉള്ളിൽ ആശ്വാസം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ലോർഡ്. മാനസികമായ പിരിമുറുക്കത്തിലായിരിക്കുന്ന വലിയ സ്ട്രെസ്സിലൂടെ പോകുന്ന പലരും, ഔദ്യോഗിക ജീവിതത്തിലാകാം, ബിസിനസ്സിലാകാം, ഭയങ്കരമായ സ്ട്രെസ്സിലൂടെ പോകുന്ന പലരെയും കർത്താവ് ഈ സമയത്ത് വലിയൊരു റിലാക്സേഷൻ, റെസ്റ്റ്, വലിയൊരു കംഫർട്ട് കർത്താവ് നൽകിയാണ്. ഇൻ ജീസസ് നെയിം. അതുപോലെ ബ്ലഡിലുള്ള പല ഘടകങ്ങളുടെയും കൗണ്ട് വല്ലാതെ വേരിയേഷൻ വന്നിരിക്കുന്ന ചില വ്യക്തികൾ, യേശുവിൻ്റെ നാമത്തിൽ അവരുടെ ആ ബ്ലഡ് കൗണ്ടിൽ വലിയ വ്യത്യാസമുണ്ടായി നോർമൽ സ്ഥിതിയിലേക്ക് അവർ വരട്ടെ. ഇൻ ജീസസ് നെയിം. താങ്ക് യു ലോർഡ്. പാൻക്രിയാസിനോടനുബന്ധിച്ചുള്ള രോഗങ്ങൾ, ക്യാൻസർ ആകാം,
മറ്റു രീതിയിലുള്ള എന്തെങ്കിലും ആകാം. പാൻക്രിയാസ് യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാട്ടെ. അതുപോലെ തന്നെ ഗോൾ ബ്ലാഡറിലുള്ള പ്രയാസങ്ങൾ യേശു കർത്താവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ. ബ്രീത്തിങ് പ്രോബ്ലംസ് യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. പ്രത്യേകിച്ച് അമ്മിണി എന്ന പേരുള്ളൊരു സഹോദരി, ഭയങ്കരമായി ബ്രീത്തിങ് പ്രോബ്ലം, ശ്വാസത്തിന് പ്രയാസമുള്ള അമ്മിണി, പൂർണ്ണ സൗഖ്യം ഇപ്പോൾ ഉണ്ടാകട്ടെ. ഇൻ ജീസസ് നെയിം ഉണ്ടാകട്ടെ. താങ്ക് യു ലോർഡ്. ആന്തരാവയവങ്ങളിൽ രക്തസ്രവമുള്ള, ബ്ലീഡിംഗ് ഉള്ള ചില വ്യക്തികളെ കർത്താവ് ഇപ്പോൾ സൗഖ്യമാക്കുന്നു. കുഞ്ഞുങ്ങളില്ലാത്തവർക്കായി ഇപ്പോൾ പ്രാർത്ഥിക്കുന്നു. മാരക രോഗങ്ങൾ, അപൂർവ രോഗങ്ങളൊക്കെയും യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ. മദ്യപാനത്തിന് അടിമകളായ ചില വ്യക്തികളെ കർത്താവ് ഈ സമയത്ത് സ്വതന്ത്രമാക്കുന്നു. ഉള്ളിൽ തീരുമാനിക്കുക, ഇനി എനിക്കത് വേണ്ട, യേശുവിനെ സ്വതന്ത്രമാക്കിയാണ്. വിശ്വാസത്താൽ അത് സ്വീകരിക്കുക. കർത്താവ് ഒരു വലിയ മിറാക്കുലസ് ആയിട്ടുള്ളൊരു വിടുതൽ കർത്താവ് നൽകുകയാണ്. ഇൻ ജീസസ് നെയിം. കർത്താവെ, അത്ഭുതകരമായ കർത്താവ് ഓരോ വ്യക്തിക്കും വേണ്ടി പ്രവർത്തിക്കുന്നതിനാൽ നന്ദി പറയുന്നു. താങ്ക് യു ലോർഡ്. താങ്ക് യു ജീസസ്. വർഷിപ്പ് യു ഫാദർ. നിങ്ങളുടെ പ്രയാസങ്ങളോ പ്രശ്നങ്ങളോ എന്താണെങ്കിലും ഈ സമയത്ത് TV സ്ക്രീനിലേക്ക് കൈനീട്ടിക്കൊണ്ട് വിടുതൽ വിശ്വാസത്താൽ സ്വീകരിക്കുക. കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ ആ വിടുതൽ കർത്താവ് നീ കൽപ്പിച്ചതിനാൽ നന്ദി പറയുന്നു. താങ്ക് യു ഫാദർ. എല്ലാ മഹത്വവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഇന്നത്തെ ബ്ലെസ്സിങ് ടുഡേ കണ്ടതിന് എല്ലാവർക്കും പ്രത്യേകിച്ച് നന്ദി പറയുന്ന കർത്താവ് ഒത്തിരി തുടർന്നും അനുഗ്രഹിക്കട്ടെ. ബ്ലെസ്സിങ് ടുഡേയെക്കുറിച്ച് ഇതുവരെ കേട്ടിട്ടില്ലാത്ത ചിലരോടെങ്കിലും ഇതിനെക്കുറിച്ച് പറയണം. അവരും കൂടെ അനുഗ്രഹം പ്രാപിക്കട്ടെ. ബ്ലെസ്സിങ് ടുഡേ എന്നുള്ള പ്രസിദ്ധീകരണങ്ങൾ, പുസ്തകങ്ങൾ, CD ഒക്കെ ആവശ്യമുള്ളവർക്ക് ഓഫീസ് ടൈമിൽ സ്ക്രീനിലെ നമ്പറിൽ വിളിക്കാം. ഓൺലൈനായത് കരസ്ഥമാക്കാം. കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. നാളെ നമുക്ക് വീണ്ടും കാണാം. ബൈ.